റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യയെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് പരമ്പരയിലൊപ്പമെത്തി ദക്ഷിണാഫ്രിക്ക. 358 റൺസ് അവസാന ഓവറിലാണ് ദക്ഷിണാഫ്രിക്ക മറികടന്നത്. 3 സെഞ്ചുറികളാണ് മത്സരത്തിൽ പിറന്നത്. അടിക്ക് തിരിച്ചടി. റൺമല കയറിയ ഇന്ത്യക്ക് മേൽ വെടിക്കെട്ട് തീർത്ത് പ്രോട്ടീസ്. ത്രസിപ്പിക്കുന്ന ജയത്തോടെ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം. വിരാട് കോഹ്ലിയും ഋതുരാജ് ഗെയ്ക്വാദും സെഞ്ചുറി നേടിയ മത്സരത്തിൽ ഇന്ത്യക്ക് നിരാശപ്പെടുത്തുന്ന തോൽവി. ടോസ് നഷ്ടപ്പെട്ട് ക്രീസിലെത്തിയ ഇന്ത്യക്ക് വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി രക്ഷകനായി. റാഞ്ചിയിൽ അവസാനിപ്പിച്ച വെടിക്കെട്ട് റായ്പൂരിലും കോഹ്ലി തുടർന്നു. കരിയറിലെ 84ാം സെഞ്ചുറി കുറിച്ച സൂപ്പർ താരം ഏകദിനത്തിൽ നേട്ടം 53ആയി ഉയർത്തി. കോഹ്ലിക്ക് പിന്തുണയുമായി ചേർന്ന ഋതുരാജ് ഗെയ്ക്വാദ് കരിയറിലെ ആദ്യ സെഞ്ചുറി കുറിച്ചതോടെ ഇന്ത്യൻ സ്കോർ അതിവേഗം കുതിച്ചു. അവസാന ഓവറുകളിൽ ക്യാപ്റ്റൻ KL രാഹുലും ആഞ്ഞടിച്ചതോടെ ഇന്ത്യ 358. വിരാട് കോഹ്ലി 102, ഋതുരാജ് 105, രാഹുൽ 66. റൺമലയെ കൂസാതെയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം. ക്വിന്റൻ ഡീകോക്കിനെ അതിവേഗം നഷ്ടമായെങ്കിലും എയ്ഡൻ മാർക്രം, ടെമ്പ ബൗമ കൂട്ടുകെട്ട് ഇന്ത്യയുടെ പ്രതീക്ഷ തകർത്തു. 46 റൺസ് എടുത്ത് ബൗമ പുറത്തായപ്പോൾ മാർക്രമിന് കൂട്ടായി മാത്യു ബ്രിഡ്സ്കയുടെ ഊഴം. 110 റൺസ് എടുത്ത് മാർക്രം മടങ്ങിയപ്പോൾ വെടിക്കെട്ടുമായി ഡെവാൾ ബ്രവിസ്. കരിയറിലെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയ ബ്രവിസാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. ബ്രവിസും ബ്രിഡ്സ്കയും പുറത്തായപ്പോൾ ഇന്ത്യക്ക് ജയപ്രതീക്ഷ വന്നെങ്കിലും കോർബിൻ ബോഷ് അതും തല്ലിക്കെടുത്തി. കേശവ് മഹാരാജിനെ കൂട്ടുപിടിച്ച് കോർബിൻ ബോഷ് ടീമിനെ ജയത്തിലെത്തിച്ചു. 15 പന്തിൽ 29 റൺസാണ് അവസാന ഓവറുകളിൽ ബോഷ് നേടിയത്. ഫീൽഡിംഗിലെ പിഴവുകൾക്ക് ഇന്ത്യ വലിയ വില നൽകേണ്ടി വന്നു. ക്യാച്ചുകൾ കൈവിട്ടത് മാത്രമല്ല, കൈകൾ ചോർന്ന് ബൗണ്ടറികളും യഥേഷ്ടം ദാനം നൽകി ഇന്ത്യൻ ഫീൽഡർമാർ. 3ാം ഏകദിനം ശനിയാഴ്ച വിശാഖപട്ടണത്ത് നടക്കും. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.